ഹായ് എവരിവൺ, വെൽക്കം ടു ജയിലൻ PSC. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ന് നടന്ന CPO എക്സാം 58/2026 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാമിനേഷൻ പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ മാത്സ് പൊതുവെ ഈസി ആയിട്ടാണ് തോന്നിയത്. ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒരു സമാന ബന്ധം ആ സമയത്തുള്ള ഒരു നമ്മുടെ എക്സാമിൻ്റെ ഒരു ഹറിബറിയിൽ ആ ഒരു ടെൻഷനിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആ സമാന ബന്ധം അല്ലെങ്കിൽ ഒറ്റയാൻ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിൽ കൂടിയും നമുക്ക് 8 മാർക്ക് മിനിമം 8 മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. നന്നായിട്ട് നമുക്ക് നല്ല മൈൻഡ് സെറ്റോട് കൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മാത്സിലെ ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20ന്റെ 16/3/2% എത്രയാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. ഈ 16/3/2 എന്നുള്ളത് നമ്മൾ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഈ 16/3/2 എന്ന് പറഞ്ഞാൽ ഒരു മിശ്ര ഭിന്നാണ്. അതിനെ നമ്മൾ എന്ത് വിഷമ ഭിന്നാക്കണം അല്ലേ? അപ്പോൾ പൂർണ്ണസംഖ്യയും ഈ ഛേദവും തമ്മിൽ ഗുണിക്കുക. 16 × 3 48, 48 + 2 50. ഓക്കെ, അപ്പോൾ 50/3% ആണ് നമുക്ക് കാണേണ്ടത്. ഏതിൻ്റെ? 20ന്റെ 50/3% ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ 20ന്റെ 50/3% എന്ന് കാണുമ്പോൾ ഈ പെർസെൻറ്റേജ് സൈൻ നമ്മൾ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യാറ്? 50/3നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഇൻറ്റു 1/100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 20ന്റെ 16/3/2% എന്ന് പറയുമ്പോൾ 20 × 50/3 / 100. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അതിനുശേഷം 20 × 50/3 × 1/100. ഈ 50/3 / 100നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാം അല്ലേ? അപ്പോൾ 1/100 ആവും. ഇനി 15 100 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 വരും. ഈ 20 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 10/3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 10/3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബോർഡ് മാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് മാസ്. അപ്പോൾ ഇതൊക്കെ എന്താ എക്സാം ഹാളിൽ ഇരിക്കാൻ നേരത്ത് നമ്മൾ ആ ഒരു കറക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും അല്ലേ? ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്രാക്കറ്റ് ഇല്ല. ഓഫ് സിമ്പിൾ ഉണ്ടോ? ഇല്ല. പിന്നെ ഡിവിഷൻ അല്ലേ? ഓക്കെ, ഇവിടെ നോക്കി ഞാനൊന്ന് എടുത്തെഴുതാം. 14 + 6 / 2 × 4 - 3 അങ്ങനെയല്ലേ? അപ്പോൾ ഈ സംഭവം ആദ്യം ചെയ്യണം. 6/2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? 14 + 6/2 എന്ന് പറഞ്ഞാൽ എത്ര? 3 വരും അല്ലേ? × 4 - 3. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ 3 × 4 പിന്നെ ചെയ്യണം അല്ലേ? 14 + 3 × 4 എന്ന് പറഞ്ഞാൽ 12, 12 - 3. ഇനി നമുക്ക് ഏത് രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും. 14 + 12 - 3 ചെയ്താലും അല്ലെങ്കിൽ 12 - 3 ചെയ്തിട്ട് 14നോട് ആഡ് ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ റൂൾ തന്നെ അപ്ലൈ ചെയ്ത് പോവുക. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അഡീഷനാണ്. അപ്പോൾ 14 12 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 26 കിട്ടും. 26ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 23. ഓപ്ഷൻ സി ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4x 286 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചത്. 4x 286 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ 4ന്റെ മുകളിലുള്ള പവർ, ആ പവറാണ് എന്ത് എക്സ് എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ നോക്കുക. 4 × 4 എത്രയാ? 4 × 4 16. 16 × 4 എത്രയാ? 16 × 4 64. 64 × 4 എത്രയാ? 64 × 4 256 അല്ലേ? അപ്പോൾ എത്ര 4 ഇവിടെ വന്നു? 4 വന്നു. 4x4 ആണ് എന്ത്? 256. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെന്താ? M1D1 = M2D2. മെന്നും ഡേയ്സ് തമ്മിലുള്ളൊരു റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എം എന്ന് പറഞ്ഞാൽ എന്താ? മെൻ, എത്ര ആൾക്കാരുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ദിവസമുണ്ട്. ഇവിടെ നോക്കി 20 ആളുകൾ 30 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ദിവസം. D1 എന്ന് പറഞ്ഞാൽ 30. 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എത്ര? 25 ദിവസം കൊണ്ട്. M2 നമുക്കറിയില്ല. M2 × D2 എത്രയാ? 25 ദിവസം. 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ഇനി എത്ര ആളുകൾ കൂടി വേണം എന്നാണ് ചോദിച്ചത്. ടോട്ടൽ എത്ര ആളെന്നല്ല, ഇനി എത്ര ആളുകൾ കൂടി എക്സ്ട്രാ വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? M2 കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 20 × 30 / 25. 5 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. 5 × 25, 5 × 4 20. ഇവിടെ 5 വെച്ച് 30നെ ഡിവൈഡ് ചെയ്യാലോ അല്ലേ? 5 × 6 30. അപ്പോൾ M2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 × 6 24 നമുക്ക് എന്ത്? M2 കിട്ടും. അതാണോ ആൻസർ? അല്ല. ഈ 25 ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണമെന്ന് ചോദിച്ചാൽ എക്സ്ട്രാ എത്ര ആളുകൾ കൂടി വേണമെന്നാണ്. ഇപ്പോൾ നിലവിൽ 20 ആളുകളുണ്ട്. നമുക്ക് M2 24 കിട്ടി. അതായത് എത്ര ആളുകൾ എക്സ്ട്രാ വേണം? 20ൽ നിന്ന് 24ലേക്ക് എത്തണമെങ്കിൽ 4 ആളുകൾ കൂടി എക്സ്ട്രാ വേണം. ഓപ്ഷൻ ബി 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കാൻ നേരത്തെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചെന്ത്
ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ 24 ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരുടെയും തന്നെ തെറ്റാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഓപ്ഷൻ എ 24 ആണെങ്കിൽ പെട്ടെന്ന് ഈ M2 കിട്ടാൻ നേരത്ത് ചാടിക്കയറി ബബിൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, അടുത്തൊരു ഒറ്റയാനും ബേസ് ചെയ്തിട്ടുള്ള ഓഡ് വൺ ഔട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ 399, ഓപ്ഷൻ ബി 625, ഓപ്ഷൻ സി 529, ഓപ്ഷൻ ഡി 324. ശ്രദ്ധിക്കുക പിള്ളേരെ, ഈ 625 എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ ആണ്. 25ന്റെ സ്ക്വയർ ആണ് എന്ത്? 625. 529 എന്ന് പറഞ്ഞാൽ 23ന്റെ സ്ക്വയർ ആണ്. 23 × 23 ആണ് എന്ത്? 529. 18 × 18 ആണ് 324. 18 × 18 ആണ് 324. ഈ 399 മാത്രം ഒന്നിൻ്റെയും വർഗ്ഗമല്ല. ഓക്കെ, 399 നമുക്ക് ഇതിൻ്റെ ഒന്നിൻ്റെയും സ്ക്വയർ ആയിട്ട് ഇതുപോലെ എഴുതാൻ കഴിയില്ല. ഓക്കെ, 20ന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത്? 400 കിട്ടിയാനേ. 20ന്റെ സ്ക്വയർ ആണെങ്കിൽ 400 കിട്ടിയാനേ. ഇത് 399 അല്ലേ? അപ്പോൾ ഇവിടെ ഒറ്റയെന്ന് പറയുന്നത് 399. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, മാത്സിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴ്ന്ന കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഡൽഹിയുടെ കോഡിംഗ് ഡീകോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയുടെ കോഡ് EFMIJ ആണെങ്കിൽ കൊല്ലത്തിൻ്റെ കോഡ് എന്തായിരിക്കും? കൊല്ലത്തിൻ്റെ കോഡ് എന്തായിരിക്കും? ഓക്കെ, ഇപ്പോൾ ഡൽഹിന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഈ ഡി എന്തായി? ABCDEI. ഡിനോട് ഒന്നുകൂടി EI. ഇ കഴിഞ്ഞിട്ട് ഒന്ന് കൂടി കഴിഞ്ഞാലാണ് എന്ത്? F ആവുന്നത്. L കഴിഞ്ഞ് ഒന്ന് കൂടുന്നതാണ് എന്ത്? M ആവുന്നത്. H കഴിഞ്ഞ് ഒന്ന് കൂടുന്നതാണ് I ആവുന്നത്. I കഴിഞ്ഞ് ഒന്ന് കൂടുന്നതാണ് J ആവുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആ ഓരോ ഡിജിറ്റും ഓരോ ആൽഫബറ്റും ഒന്ന് കൂടിയിട്ടാണ് എന്ത്? EFMIJ ആയത്. ഓക്കെ, അപ്പോൾ കൊല്ലം അതുപോലെ തന്നെ നമുക്ക് എഴുതാലോ. കൊല്ലം അല്ലേ? K കഴിഞ്ഞാൽ എന്താവും? എല്ലാവും അല്ലേ? K കഴിഞ്ഞാലോ ഒന്ന് കൂടിയാൽ എല്ലാവും. O കഴിഞ്ഞാലോ P ആവും. L കഴിഞ്ഞാലോ M ആവും. അടുത്ത L കഴിഞ്ഞാലും M ആവും. A കഴിഞ്ഞാൽ B ആവും. M കഴിഞ്ഞാൽ N ആവും. LPMMBN ആൻസർ കിട്ടും. ഓപ്ഷൻ ബി LPMMBN. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് കാണാം. 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വയസ്സായിരിക്കും? 500 വയസ്സായിരിക്കും അല്ലേ? ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും. അപ്പോൾ എത്രയായിരിക്കും തുക? 500 ആയിരിക്കും. 20 പേരുടെ ശരാശരി വയസ്സ് 25 എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ആ 20 പേർക്കും എന്താ 25 വയസ്സ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഗുണിച്ചാൽ മതി, നമുക്ക് എന്ത്? ടോട്ടൽ കിട്ടും. ടോട്ടൽ. ഓക്കെ, ഇനി കണ്ടീഷൻ എന്താ? പുതിയതായിട്ട് 3 ആളുകൾ കൂടി ചേർന്നപ്പോൾ, അപ്പോൾ 20 പേരുടെ ശരാശരി വയസ്സാണ് 25. പുതിയതായിട്ട് 3 ആളുകൾ കൂടി ചേർന്നപ്പോൾ ശരാശരിയിൽ 2 വർഷത്തെ വർധനവുണ്ടായി. അപ്പോൾ 20 എന്നുള്ളത് എത്രയായി? 3 ആളുകൾ കൂടി ചേർന്നപ്പോൾ 23ആയി. അതുകൂടാതെ ശരാശരി 2 വർഷത്തെ വർധനവ് എന്ന് പറഞ്ഞു. അപ്പോൾ 25 എന്നുള്ള ശരാശരി എത്രയായി? 25 2 27ആയി അല്ലേ? അപ്പോൾ ഈ തുക ഇവിടെ നമ്മൾ 23 × 27 ചെയ്യുക. ആ സംഭവം അപ്പോൾ ഒരു തുക കിട്ടുമല്ലോ. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതുതായി വന്ന 3 ആളുകളുടെ വയസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 27 × 23 ചെയ്യുക. 7 3 21 ഇഷ്ടം 2 3 6 6 2 8 14 4 ഇഷ്ടം 1 4 1 5 1 8 4 ഇഷ്ടം 1 5 621 എന്ന് കിട്ടും. ഓക്കെ, 621. 500ഉം 621 നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്? അതായിരിക്കും എന്ത്? പുതുതായി വന്ന 3 ആളുകളുടെ ആകെ വയസ്സ്. ആകെ വയസ്സാണ്, ഓരോരുത്തരുടെ വയസ്സല്ല, ആകെ വയസ്സാണ് ചോദിച്ചത്. അപ്പോൾ എന്താ? ആദ്യം 500 ആയിരുന്നു ടോട്ടൽ, ഇപ്പോൾ 621 ആയി ടോട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 121 ഡിഫറൻസ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 121. 3 ആളുകളുടെ ആകെ വയസ്സാണ് ചോദിച്ചത്. 3 ആളുകളുടെ ആകെ വയസ്സ് 121. അടുത്ത സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ സംഖ്യ ഏത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിൻ്റെയും അംശം സെയിം ആണ്. എല്ലാത്തിൻ്റെയും അംശം 7 ആണ് അല്ലേ? എല്ലാത്തിൻ്റെയും അംശം സെയിം ആണെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ കിട്ടാൻ വേണ്ടി എന്താ? വലിയ അംശമുള്ളത് ചൂസ് ചെയ്യുക. വലിയ അംശമുള്ളത് ചൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 7/15 7/15 ആണ് ശരിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ചോദിച്ചാലോ? വലിയ ഭിന്നസംഖ്യ ചോദിച്ചാൽ ചെറിയ ഛേദം ഏതാണോ അത് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ 7/8 ആയിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. ചെറിയ ഭിന്നസംഖ്യ 7/15. മനസ്സിലായില്ലേ? ഇവിടെ അംശം എല്ലാത്തിനും കോമൺ അല്ലേ? അപ്പോൾ ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും അല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. നമുക്ക് ആ എക്സാം ഹാളിൽ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് ഇത് കത്തണമെന്നില്ല, പക്ഷെ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കാരണം വേറൊരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, 196 ഡാഷ് 563 7 ആണെങ്കിൽ 196 നമുക്ക് ഏത് രീതിയിൽ എഴുതാം? 196 നമുക്ക് ഏത് രീതിയിൽ എഴുതാം? ഓക്കെ, ഈ 563 ഓരോ ഡിജിറ്റ് ഞാൻ കൂട്ടി. 5 6 3 കൂട്ടി എത്ര കിട്ടും? 5 6 11 11 3 14 14/2 ആണ് എന്ത്? 7 കിട്ടിയോ? അപ്പോൾ 196 അതുപോലെ തന്നെ ചെയ്താൽ പോരെ? 1 9 6 കൂട്ടുക എത്ര വരും? 9 1 10 10 6 16 16/2 ചെയ്ത് കഴിഞ്ഞാൽ
8 എന്ന് കിട്ടും അല്ലേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 8 ആണ്. ക്ലിയർ അല്ലേ? ഓരോ ഡിജിറ്റും കൂട്ടുക, ഡിവൈഡ് ബൈ 2 ആണ് നമുക്ക് 7 കിട്ടിയത്. അപ്പോൾ 1, 9, 6ൻ്റെ ഓരോ ഡിജിറ്റും കൂട്ടുക, അതിന് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് ആൻസർ കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലോക്ക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലേ. നമുക്കറിയാം 30h - 11/2m ഇതാണ് എന്ത് ഇക്വേഷൻ. 30h - 11/2m അതാണ് ഇക്വേഷൻ. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡും എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡും ആണ് അല്ലേ. മണിക്കൂർ സൂചിയുടെ ആണ് എച്ച് ഡിനോട്ട് ചെയ്യുന്നത്, എം ആണെങ്കിൽ മിനിറ്റ് സൂചിയുടെ. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30h എന്ന് പറയുമ്പോൾ എച്ച് എത്ര പിള്ളേർ ഇവിടെ 3:15 അല്ലേ എച്ച്. മണിക്കൂർ സൂചിയുടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത് 3ഉം മിനിറ്റ് എത്രയാണ് മിനിറ്റ് 15 മിനിറ്റുമാണ്. അപ്പോൾ 30h എന്ന് പറയുമ്പോൾ 30 × 3 - 11/2 എം എന്ന് പറയുമ്പോൾ 11/2 × 15. 30 × 3 എന്ന് പറഞ്ഞാൽ 90, 90 - 11/2 എം എന്ന് പറഞ്ഞാൽ 15. 2ഉം 15ഉം 2ഉം 15ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 7.5 എന്ന് കിട്ടും. ഓക്കെ, ഇനി 7.5ഉം 11ഉം തമ്മിൽ നമ്മൾ ഗുണിക്കാൻ നേരത്ത് നമുക്ക് 82.5 എന്ന് കിട്ടും. ഓക്കെ, 82.5 എന്ന് കിട്ടും. 90ൽ നിന്ന് 82.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടും? 7.5 ഡിഗ്രി. ഓപ്ഷൻ ഡി ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന CPO എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു സെഷനിൽ കാണാം.